വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് പൈറ്റോർച്ച് എന്നുള്ള കുറേ കാര്യങ്ങളും കുറേ ഇൻട്രൊഡക്ഷനും കുറച്ച് തിയറി കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഇഫ് യു ഡൗട്ട് കോഡ് ഇറ്റ് ഔട്ട്, റൺ ദ കോഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോഡ് ചെയ്യുക, റൺ ദ കോഡ്. ഇനിയുള്ള ഡൗട്ട്സ് എല്ലാം നമുക്ക് കോഡിനകത്ത് തീർക്കാം. കോഡ് ഇറ്റ് ഔട്ട്. അപ്പം തുടങ്ങാം. എന്താണ് പൈറ്റോർച്ച്? നിങ്ങൾ ഗൂഗിൾ കൊലാബ് research.google.colab എടുക്കുക, ടെൻസർ എന്താണെന്ന് മനസ്സിലാക്കുക, ബാക്കി നമുക്ക് ചെയ്തുകൊണ്ട് പഠിക്കാം. ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് പൈറ്റോർച്ച്, ഇമ്പോർട്ട് ടോർച്ച് എന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പാൻഡാസ് വേണം. ഇമ്പോർട്ട് പാൻഡാസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ യൂട്യൂബിൽ കുറേ ക്ലാസ്സസ് ഉണ്ട്. പാൻഡാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റാസ് എങ്ങനെ ഒരു ഡേറ്റ ഫയൽസ്, ഡേറ്റ സെറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടാണ് പാൻഡാസ് വേണ്ടത്. ഇമ്പോർട്ട് ഇപ്പോൾ നമ്മൾ പാൻഡാസ് യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. പാൻഡാസ് ആസ് പി ഡി, അതുപോലെ തന്നെ ഇമ്പോർട്ട് NumPy മാറ്റ്പ്ലോട്ലിബ് കാര്യങ്ങൾ എടുക്കുക. എന്നിട്ട് പൈറ്റോർച്ചിൻ്റെ വെർഷൻ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. torch.version റൺ ചെയ്യുക. റൺ ആയിക്കൊണ്ടിരിക്കുന്നു. ഗൂഗിൾ കൊലാബ് എന്തോ സ്ലോ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് എടുത്തതല്ലേ ഉള്ളൂ, പഠിച്ചു വരട്ടെ. ഫസ്റ്റ് നമുക്ക് അത് പ്രിൻ്റ് ആവുന്ന പൈറ്റോർച്ച് 2.9.0 നിങ്ങൾ യൂസ് ചെയ്യുന്ന നേരത്ത് വേറെ വല്ലതും ആയിരിക്കും, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇൻട്രൊഡക്ഷൻ ടു പൈറ്റോർച്ച്. നിങ്ങൾക്ക് ഇതിനകത്ത് മാർക്ക് ഡൗൺ ഹെഡിങ് കാര്യങ്ങൾ എടുക്കണമെങ്കിൽ ഗൂഗിൾ കൊളാബിൽ Ctrl+MM, ഇനി മാക്ക് ആണെങ്കിൽ കമാൻഡ് MM 2M ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ന്യൂ ഒരു സെല്ല് വേണമെങ്കിൽ, അതായത് ന്യൂ ഒരു കോളം വേണമെങ്കിൽ Ctrl+MB അടിച്ചാൽ മതി. ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പുതിയ കോഡും ടെസ്റ്റിനും എടുക്കേണ്ട ആവശ്യമില്ല, ഇത് ചെയ്താൽ മതി. അപ്പം ഫസ്റ്റ് നമുക്ക് ക്രിയേറ്റിംഗ് ഒരു ടെൻസർ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ടെൻസർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു സ്കേലാർ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു സ്കേലാർ എങ്ങനെയായിരിക്കുന്നത് കാണിച്ചു തരാം. സ്കേലാർ നമ്മളെ വെക്റ്റർ, നമ്മൾ മാത്സ് ഇഷ്ടം പോലെ ആവശ്യം വരുന്നുണ്ട്. അപ്പം മാത്സ് അറിയാത്തവർ മാത്സ് ഒന്ന് പോയി പഠിച്ചിട്ട് വരിക. സ്കേലാർ എന്താണ്, വെക്റ്റർ കാര്യങ്ങൾ പഠിച്ചിട്ട് സ്കേലാർ ഈക്വൽ ടു നമുക്ക് torch.tensor ഒരു 1 ഡൈമെൻഷണൽ ആയിട്ടാണ് നമ്മൾ സ്കേലാറിനെ സൂചിപ്പിക്കുന്നത്. സ്കേലാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 0 ഡൈമെൻഷൻ ഉള്ളതാണ് സ്കേലാർ. വെക്റ്ററാണ് 1 ഡൈമെൻഷൻ. എനിക്ക് ചെറിയ തിരുത്തൽ പറ്റി. അപ്പം torch.tensor ഒരു 1 ഡൈമെൻഷണൽ ടെൻസറിനെയാണ് നമ്മൾ സ്കേലാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു നമ്പർ കൊടുത്തു, ടെൻസർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നമ്പർ കൊടുക്കാം. ഒരു ഡൈമെൻഷൻ മാത്രമേ ഉള്ളൂ ഇതിന്. ഞാൻ സ്കേലാർ ഒന്ന് പ്രിൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ സ്കേലാർ ജസ്റ്റ് ഷിഫ്റ്റ് എൻ്റർ കൊടുത്താൽ പ്രിൻ്റ് ആവും. അതിനുശേഷം ഇതിൻ്റെ ഡൈമെൻഷൻ നമ്മൾ എങ്ങനെ മനസ്സിലാവും, സ്കേലാർ ഡോട്ട് എൻഡിം അടിക്കാൻ നേരത്ത് ഇതിൻ്റെ ഡൈമെൻഷൻ 0 ഡൈമെൻഷണൽ ടെൻസറിനെയാണ് സ്കേലാർ എന്ന് പറയുന്നത്. എന്താണ് വെക്റ്റർ നോക്കാം. വെക്റ്റർ ഈക്വൽ ടു torch.tensor. നമുക്ക് 1 ഡൈമെൻഷനിൽ ഒരു 7,7 വെക്റ്റർ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. 7, ടെൻസർ 7,7 വന്നിട്ടുണ്ട്. അതിനുശേഷം വെക്റ്റർ ഡോട്ട് എൻഡിൻ അടിക്കാൻ നേരത്ത് നമുക്ക് ഡൈമെൻഷൻ 1 ഡൈമെൻഷണൽ ടെൻസറിനാണ് നമ്മൾ വെക്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് മെട്രിക്സിലോട്ട് പോകാം. മെട്രിക്സ് എന്താണ്?
മെട്രിക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മെട്രിക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മെട്രിക്സ് അപ്പം ഒരു 2 ഡൈമെൻഷണൽ ടെൻസറിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. 1 ഡൈമെൻഷൻ, 2 ഡൈമെൻഷൻ, 3 ഡൈമെൻഷൻ, 2 ഡൈമെൻഷൻ, 0 ഡൈമെൻഷൻ, 1 ഡൈമെൻഷൻ, 2 ഡൈമെൻഷൻ. 2 ഡൈമെൻഷനാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. അവിടെ MAT എന്ന് കൊടുത്തിട്ടുണ്ട്. MAT മൂസയല്ല, MAT മെട്രിക്സ് ആണ്. ടോർച്ച് ഡോട്ട് ടെൻസർ. ഇവിടെ 2 ഡൈമെൻഷൻ ആവാൻ നേരത്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കി. ഇവിടെ 2 ഡൈമെൻഷൻ ആവാൻ നേരത്ത് 2 ഈ ബ്രാക്കറ്റ് വരും. അതിനുശേഷം ഒന്നാമത്തെ ബ്രാക്കറ്റാണ് ഇവിടെ കിടക്കുന്നത്. അതിനകത്ത് 1,2 ഒഴിച്ചു ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. അതിനുശേഷം അടുത്ത ഒരെണ്ണം തുറന്നിട്ട് 12,3. ഇതാണ് ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡൈമെൻഷൻ ആവുന്ന എങ്ങനെ മനസ്സിലാവുന്ന നോക്കിയതാണ്ട് ഇവിടെ 1 2 1 2. ഇനി 1 ഡൈമെൻഷൻ ആവുന്നതാ ഇത് 1 ഒരു ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇവിടെ ഒരു ബ്രാക്കറ്റും ഇല്ല, 0 ഡൈമെൻഷൻ. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കി വയ്ക്കാം, വേറെ ഒന്നും മനസ്സിലാക്കില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് പ്രിൻറ്റ് ചെയ്യാം. മാറ്റ് ടെൻസർ 2 ഡൈമെൻഷൻ. ഇതിൻ്റെ ഡൈമെൻഷൻ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളെ മാറ്റ് ഡോട്ട് ND നമ്പർ ഓഫ് ഡൈമെൻഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. 2 ഡൈമെൻഷൻ. അപ്പം മെട്രിക്സ് എന്താണെന്ന് മനസ്സിലായി. ഇനി മെട്രിക്സിൻ്റെ ഷേപ്പ് അറിയണമെങ്കിൽ മാറ്റ് ഡോട്ട് ഷേപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ മതി. എന്താണ് ഇതിൻ്റെ ഷേപ്പ് നമുക്ക് മനസ്സിലാക്കി തരും. ഇതിൻ്റെ ഷേപ്പ് 2,2 2,2, അതായത് റോ കോളം റോ. അതാണ്ടേ ഇത് 2 7,2 അതാണ് ഈ 2. 7,12 അതാണ് ഈ 2. 2,2 ഒരു 2,2 മെട്രിക്സ് ആണിത്. 2,2 മെട്രിക്സ്. ഇനി നമുക്കൊരു ടെൻസർ എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ 3 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്കേലാർ ഈസ് എ 0 ഡൈമെൻഷണൽ ടെൻസർ. മാട്രിക്സ് ഈസ് 2 ഡൈമെൻഷണൽ. വെക്റ്റർ 1 ഡൈമെൻഷണൽ ടെൻസർ. ഇനി നമുക്ക് ടെൻസറിലോട്ട് വരാം. മെയിൻ ആയിട്ടുള്ള കാര്യം ടെൻസർ ഈക്വൽ ടു ടെൻസർ നമുക്ക് ടോർച്ച് ഡോട്ട് ടെൻസർ. ഇത് 3 ഡൈമെൻഷനാണ്. ഒരു 3 ഡൈമെൻഷണൽ ടെൻസറിനെയാണ് ടെൻസർ എന്ന് പറയുന്നത്. 3 ഡൈമെൻഷൻ. അതായത് നമുക്കിവിടെ നോക്കിയാൽ മതി 1 2 3 3 ഡൈമെൻഷനാണ്. അപ്പം അതിൽ ഓരോ നമ്പേഴ്സ് ഞാൻ പറഞ്ഞുതരാം. 1 2 3 എന്ന് കൊടുക്കുക. അതിനുശേഷം അടുത്ത ആദ്യം അവസാനം നമുക്ക് 3 ബ്രാക്കറ്റ് കാണും. അത് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. 3 4 5. അടുത്ത ഒരു ബ്രാക്കറ്റ് തുറക്കുക. ഇവിടെ ബ്രാക്കറ്റ് തുറക്കാൻ മറക്കരുത്, ഞാൻ മറന്നു പറഞ്ഞു. ഇവിടെ ഒരെണ്ണം അടയ്ക്കാനും മറക്കരുത്. അപ്പം 8, 9, 10 ഇത്ര വന്നാണ്ട് അവിടെ 3 എണ്ണം ലാസ്റ്റ് അവസാനം വന്നു. ഇതാണ് 3 ഡൈമെൻഷനാണിത്. നമുക്ക് ടെൻസർ ഒന്ന് പഠിപ്പിക്കുക. ടെൻസർ ഇതിൻ്റെ ഡൈമെൻഷൻ നോക്കാം. ടെൻസർ ഡോട്ട് ND 3 ഡൈമെൻഷൻ. ഇതാണ് ഡൈമെൻഷൻ. നമ്പർ ഓഫ് ഡൈമെൻഷൻ ഈക്വൽ ടു 3. ഇനി ടെൻസർ ഡോട്ട് ഷേപ്പ് ഷേപ്പ് 1,3,3. ഇതേതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ്, ജസ്റ്റ് ഒരു ഹാഷ് ഒന്ന് അടിച്ചതിന് ശേഷം കമൻറ്റ് ചെയ്ത് വെച്ചോ എന്താണ് ഇതിവിടെ വരുന്നതെന്ന്. ഇതിലെ 1 എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥാനത്തിനാണ് 1 എന്ന് പറഞ്ഞാൽ. നമ്മളിവിടെ ഇത്രയും പ്രിൻ്റ് ചെയ്തില്ല, ഇതാണ് 1. ഒരൊറ്റ ഡൈമെൻഷൻ ഇത്രയും കാര്യങ്ങൾക്കാണ് 1 എന്ന് പറയുന്നത്. ഇത് മൊത്തവും കൂടെ കൂട്ടിയാൽ 1. ഞാൻ ഇതിൻ്റെ ഇവിടെ 2 വരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് 1. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ റോ 1 2 3 ഇതിനെയാണ് നമ്മൾ ഈ 3 സൂചിപ്പിക്കുന്നത്. പിന്നെ 1 3 8 ഇതിനെയാണ് ഈ 3 സൂചിപ്പിക്കുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ടെൻസറിൻ്റെ ഷേപ്പ്. ഇതാണ് അതിൻ്റെ ഷേപ്പ് പറയുന്നത്. ഇനി നമുക്ക്
അടുത്ത വീഡിയോയിൽ നമുക്ക് റാൻഡം ടെൻസർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ഈ 0 എന്ന് പറഞ്ഞില്ലേ, ഇവിടെ 1 എന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഈ 1 ഇപ്പം ടെൻസർ ഡോട്ട് 0 ഒന്ന് പ്രിൻറ്റ് ചെയ്ത് തരാം. ടെൻസർ ഡോട്ടല്ല ടെൻസർ ഓഫ് 0. ഇതാണ് അതിൻ്റെ ടെൻസർ ഓഫ് 0 എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ ഒരു ഡയമെൻഷനകത്ത് നിൽക്കുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ അകത്ത് ഇനി അടുത്ത ഡയമെൻഷൻ വരും. ഇവിടെ കൊടുത്തതിന് ശേഷം ഇനി അടുത്തൊരു ഇതുപോലത്തെ ഒരു സാധനം തന്നെ വേറെ ഉണ്ടാക്കാം, ഇതേപോലത്തെ ഒരു സാധനം. അപ്പം അതിൻ്റെ ഷേപ്പിൻ്റെ ഇവിടെ 2 ആവും. അതുപോലെ എത്ര നമ്മൾ ഉണ്ടാക്കുന്നു അത്രയും ഉണ്ടാക്കാൻ നേരത്ത് അത് അതിൻ്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. ജസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്യുക. നമ്മൾ ആ മെട്രിക്സ്, ഈ ഒരു മെട്രിക്സിനെ ഒരു 5-6 മെട്രിക്സ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുത്തുനിന്ന് വിചാരിച്ചാൽ മതി. അതാണ് ഇവിടെ 0 എന്ന് പറഞ്ഞാൽ ഈ 0th ഇൻഡെക്സ്, അതിനൊരു 0th ഇൻഡെക്സ് ആണ് ഫസ്റ്റ് ഈ ടെൻസർ. ഫസ്റ്റ് ഇത്, പിന്നെ അതിൻ്റെ റോ, പിന്നെ അതിൻ്റെ കോളം. ഇത് ഇതിൻ്റെ കോളം 1 3 8 ഇതാണ് പറയുന്നത്. അപ്പം ഇതിന് ടെൻസർ ഡോട്ട് 0 ഞാൻ ഒന്ന് അടിച്ച് കാണിച്ചു തരാം, എന്താണ് പ്രിൻ്റ് ആവുന്നതെന്ന് കാണിച്ചു തരാം. 1 അടിച്ച് തരാം. 1 ഇല്ല. ഇനി ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഇതുപോലെ തന്നെ ഒന്നും കൂടെ എടുത്ത് കൊടുത്തെന്ന് വിചാരിച്ചു. ഇങ്ങനെ കാണിച്ചു തരാം. ഒന്ന് കോപ്പി ചെയ്യുക, ഇവിടെ വരിക, പേസ്റ്റ് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇനി ഇതൊന്ന് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ എൻഡും ചെക്ക് ചെയ്ത് നോക്കി, ഉത്തരം പറഞ്ഞേ 3 തന്നെ. ഇത് 3 ഡയമെൻഷണൽ ടെൻസറാണ്. ഇതിൻ്റെ ഷേപ്പ് ഇനി അടിച്ച് നോക്കാം. ഷേപ്പ് എത്രയാണ്? 2. ഇതുപോലത്തെ 2 എണ്ണം ഉണ്ട് ഇതിൻ്റെ. ഇനിയിപ്പോൾ ഞാൻ 1 റൺ ചെയ്താൽ എനിക്ക് രണ്ടാമത്തതായിരിക്കും കിട്ടുന്നത്, കണ്ടില്ലേ? ഇതേപോലത്തെ ഇനി 5-6 എണ്ണം കൊടുത്താൽ 5-6 ഡയമെൻഷനാകും. ഇപ്പം ഇവിടെ ഒന്നും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാനിപ്പം ഇവിടെ ഒന്നൊരു കോമ എടുത്തു, ഇവിടെ ഒന്നുകൂടെ കൊടുത്തു, ക്ലോസ് ചെയ്തു, 3 ആയി. ഇതിൻ്റെ ഷേപ്പ് ഇനി പ്രിൻ്റ് ചെയ്താൽ 3 3 3 എന്താ 3 എണ്ണം ഉണ്ട്. ഷേപ്പ് 3 3 3. ഇത് 1 2 3 അതാണ് ഈ ഫസ്റ്റ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ 1 2 3 ഇതിനെയാണ് സെക്കൻഡ് സൂചിപ്പിക്കുന്ന സൈസ് ഷേപ്പ്. പിന്നെ തേർഡ് സൂചിപ്പിക്കുന്ന ഈ 1 3 8 ഇതാണ് തേർഡ് സൂചിപ്പിക്കുന്നത്. അപ്പം ഷേപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ ഷേപ്പ് നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. മെഷീൻ ലേണിങ്ങിലെ ഏറ്റവും കൂടുതൽ വരുന്ന ഇറർ ഷേപ്പ് മിസ്മാച്ച് ഇററാണ്. നിങ്ങൾ ന്യൂറൽ നെറ്റ്വർക്കിനെയൊക്കെ ട്രൈ ചെയ്യിപ്പിക്കാൻ നേരത്ത് ന്യൂറൽ നെറ്റ്വർക്കൊക്കെ ബിൽഡ് ചെയ്യാൻ നേരത്ത് മനസ്സിലാവും ഷേപ്പ് എത്രത്തോളം പ്രാധാന്യമാണെന്ന്. അപ്പം ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഷേപ്പ് ഇറർ കോമൺ ഇറർ, മോസ്റ്റ് കോമൺ ഇറർ ഇൻ മെഷീൻ ലേണിംഗ് ഈസ് ഷേപ്പ് ഇറർ. അപ്പം ഇതാണ്, ഇത് ജസ്റ്റ് ഫണ്ടമെൻ്റൽസ് ആണ്. ഇതറിഞ്ഞാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അടുത്ത നമ്മൾ റാൻഡം ടെൻസർ എന്താണെന്ന് നെക്സ്റ്റ് വീഡിയോ വെക്കാം. ഐ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.